ബിഗ് ബോസ് വീട്ടിൽ നിന്നും ശരത്തിനെ പുറത്താക്കുമെന്നാണ് തോന്നുന്നത്. വളരെ വയലൻ്റ് ആയിട്ടുള്ള ഗെയിമാണ് ഇപ്പോൾ ശരത്ത് കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന സമയത്ത് ശരത്തിനൊരു വാണിംഗ് എന്ന വിധം പറഞ്ഞിരുന്നു, ദേഷ്യം അല്പം കുറയ്ക്കാം, ദേഷ്യം അത്രയും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് തന്നെ പറഞ്ഞു, ശരിയാണ് ലാലേട്ടൻ, ഞാൻ ദേഷ്യം ഇനി കുറച്ചോളാം, ഇനി അത് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും ശരത്ത് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടായാൽ തന്നെ ശരത്ത് അത് അനാവശ്യമായിട്ട് വളരെ വയലൻ്റായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത് ആ ഒരു വിഷയം വളരെ വലുതാക്കുകയും വളരെ ഒച്ചത്തിൽ സംസാരിച്ച് വളരെ വയലൻ്റായ രീതിയിലാണ് അതിനെ പ്രതികരിക്കുന്നത്. ആ ഒരു ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പലരും ശരത്തിനെ നോമിനേറ്റ് ചെയ്തത് വരെ. ഇന്നത്തെ എപ്പിസോഡിലും അനുവിനെതിരെ തല്ലാൻ ചെല്ലുന്ന ഒരു ശരത്തിനെ നമ്മൾ കണ്ടു. അക്ബർ അവിടെ പിടിച്ചു നിന്നതുകൊണ്ട് ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നില്ല, പിടിച്ച് മാറ്റിവിട്ടു. പക്ഷേ ഇതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മിക്കവാറും ശരത്തിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ചെയ്ത് വിടാൻ സാധ്യതയുണ്ട്. കാരണം ഇതുപോലെ മുൻപുള്ള സീസണുകളിലും എവിക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. സജന ഫിറോസ് എന്ന് പറഞ്ഞ മത്സരാർത്ഥിയെ പ്രേക്ഷക വിധി അല്ലാതെ തന്നെ വയലൻ്റ് ആയതിൻ്റെ പേരിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ നിയമവും റൂൾസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഫിസിക്കൽ അസോൾട്ട് നടക്കില്ല എന്നൊന്നുമില്ല. കാരണം കഴിഞ്ഞ സീസണിൽ സിജോയുടെ താടിയെല്ലാം ഇടിച്ച് പൊട്ടിക്കുന്ന റോക്കീനെ നമ്മൾ കണ്ടതല്ലേ. റോക്കീനെ പുറത്താക്കി, പക്ഷേ റോക്കിക്കൊന്നും നഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ അവിടെ നഷ്ടപ്പെട്ടത് മൊത്തം സിജോയ്ക്കാണ്. ഇപ്പോഴും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കുന്നത് സിജോയാണ്. അതുകൊണ്ട് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്രയും വയലൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരെ എവിക്റ്റ് ചെയ്ത് വിടണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിയും ശരത്ത് ഇതേ ഗെയിം തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ബിഗ് ബോസ് ടീം അങ്ങനെ ഒരു തീരുമാനം തന്നെ ചിലപ്പോൾ എടുത്തേക്കാം. അതിൽ തെറ്റ് പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.